കൗതുകത്തോടൊപ്പം നിറയെ അറിവ് ലഭിക്കുന്ന ദുബായിലെ ഒരു പാർക്ക്. മുതലകളുടെ മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ സംരക്ഷണ കേന്ദ്രമാണിത്. മുതലകൾ നിറഞ്ഞ ആഫ്രിക്കയിലെ ഒരു തടാകക്കരയിലൂടെ നടക്കുന്ന പ്രതീതിയാണ് ഈ പാർക്കിലെത്തുന്നവർക്ക് അനുഭവപ്പെടുക. മുതലകളുടെ ജീവിതത്തെ അടുത്തറിയാനും അതിന്റെ സവിശേഷതകൾ നേരിട്ട് മനസ്സിലാക്കാനും ഈ പാർക്കിലെത്തുന്ന സന്ദർശകർക്ക് അവസരമുണ്ട്. ദുബായിലെ മുതല പാർക്കിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുതലകൾക്കായുള്ള മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ പാർക്ക് എവിടെയാണെന്നറിയാമോ? അത് ഇങ്ങ് ദുബായിലാണ്. മുതലകളെ അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡിൽ പരിപാലിക്കുന്ന ഇടം. ഇന്ന് അവിടേക്കാണ് നമ്മുടെ യാത്ര. മുതലകളെ തേടിയുള്ള യാത്ര. ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ മുതലകൾക്കായുള്ള ഉദ്യാനം. മുഷറഫ് പാർക്കിനടുത്തായാണ് 20,000 ചതുരശ്ര മീറ്ററിൽ അറിവും വിനോദവും സമ്മേളിക്കുന്ന ഈ ഒരു പാർക്കുള്ളത്. ഈ മതിൽക്കെട്ടിനപ്പുറത്ത് മുതലകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. പോകാം. ഒരു ആഫ്രിക്കൻ തടാകത്തിന്റെ കരയിലൂടെ നടക്കുന്ന പ്രതീതി സന്ദർശകന്റെ മനസ്സിൽ ജനിപ്പിക്കുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു തീമിലാണ് ഈ ഒരു പാർക്ക് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും അലസമായി നടന്നും വിശ്രമിച്ചും ആ കാണുന്ന രീതിയിലുള്ള മുതലകൾ. 250ഓളം നൈൽ മുതലകളുണ്ട് ഈ ഒരു ഉദ്യാനത്തിൽ. ഇത്തരത്തിൽ ഈ കാണുന്ന തരത്തിലുള്ള 3 തടാകങ്ങളിലായാണ് ഇവയെല്ലാം സംരക്ഷിച്ചിരിക്കുന്നത്. 6 മീറ്റർ നീളവും അതോടൊപ്പം തന്നെ 100 വയസ്സുവരെ ജീവിക്കാനുമുള്ള കഴിവുണ്ട് ഈ ഒരു ജീവികൾക്ക്. ഇവിടെ 4 മാസം പ്രായമുള്ളവ മുതൽ 25 വയസ്സ് വരെയുള്ള മുതലകളെ ഇവിടെ സന്ദർശകർക്ക് കാണാനാകും. രണ്ടായിരത്തി 2023 ഈ ഒരു പാർക്ക് ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. മുതലകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇത്തരം ഒരു പാർക്ക് UAE എങ്ങും കാണാൻ കഴിയില്ല. UAE ഏക പാർക്കാണിത്. അതോടൊപ്പം തന്നെ മുതലകൾക്ക് വേണ്ടി മാത്രമായുള്ള ഇത്ര വലിയ ഒരു പാർക്ക് മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇവിടെ മാത്രമാണുള്ളത്. ടുണീഷ്യയിൽ നിന്നും മഡഗാസ്കറിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഒക്കെയാണ് ഈ ഒരു മുതലകളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. തടാകത്തിലെ വെള്ളത്തിന്റെ താപനിലയും പ്രത്യേകമായി തന്നെ ക്രമീകരിക്കേണ്ടതുണ്ട്. വലിയ ചൂട് കാലത്ത് വെള്ളത്തിന്റെ താപനില ക്രമാതീതമായി ഉയരാൻ പാടില്ല. 28 മുതൽ 32 ഡിഗ്രി വരെ ഈ താപനില കൃത്യമായി ക്രമീകരിച്ചാണ് ഇവിടെ ഈ ഒരു പാർക്ക് പ്രവർത്തിക്കുന്നത്. അതിനായി പ്രത്യേക സജ്ജീകരണങ്ങളും ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫീഡിംഗ് പോയിന്റ്. ഇവിടെ വെച്ചാണ് ഈ മുതലകൾക്ക് തീറ്റ കൊടുക്കുക. ആഴ്ചയിൽ 3 ദിവസമാണ് ഇത്തരത്തിൽ ഈ മുതലകൾക്ക് ഫീഡ് ചെയ്യുന്ന ദിവസങ്ങൾ. വെള്ളി, ശനി, ഞായർ. ഈ 3 ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് അത് കൃത്യമായി തന്നെ കാണാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വെള്ളത്തിന് മുകളിലും കരയിലുമൊക്കെയാണല്ലോ സാധാരണ ഈ മുതലകളെ കാണാറുള്ളത്. വെള്ളത്തിനടിയിൽ അവരെങ്ങനെയാണ് ജീവിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിനടിയിലുള്ള അവരുടെ ആ ഒരു വിഷ്വൽ എങ്ങനെയായിരിക്കും, അത് കാണാനുള്ള അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ. കാണുന്ന തരത്തിൽ കൺപീലിയിലുള്ള ഒരു പ്രത്യേകതയാണ് ഇവർക്ക് വെള്ളത്തിനടിയിലുള്ള യാത്ര സുഗമമാക്കുന്നത്. വെള്ളത്തിനടിയിൽ 1 മണിക്കൂർ വരെ സമയം ശ്വാസം പിടിച്ചു നിൽക്കാനുള്ള കഴിവും ഈ മുതലകൾക്കുണ്ട്.
തടാകക്കരയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള മണല് കാണാം. ഗർഭിണിയായ മുതലകൾ ഈ മണലുകളിൽ വലിയ കുഴികൾ ഉണ്ടാക്കി അതിനുള്ളിലാണ് അവരുടെ മുട്ടകൾ നിക്ഷേപിക്കുന്നത്. 40 മുതൽ 50 വരെ മുട്ടകൾ ഉണ്ടായിരിക്കും ഓരോ തവണയും. 3 മാസം കഴിഞ്ഞാണ് ഇവ മുതലക്കുഞ്ഞുങ്ങളായി പുറത്തു വരിക. അടുത്ത ഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത്, മ്യൂസിയം ഏരിയ. ഈ മുതലകളെ പറ്റി ശാസ്ത്രീയമായി അറിയാനും പഠിക്കാനുമുള്ള നിരവധി കാര്യങ്ങളാണ് ഇവിടെ നിരത്തി വച്ചിരിക്കുന്നത്. സന്ദർശകർക്ക് കൗതുകത്തോടൊപ്പം വലിയ അറിവും ഈ ഒരു മേഖലയിലെത്തിയാൽ ലഭിക്കും. ജുറാസിക് യുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു മുതലയുടെ വലിപ്പം എത്രയാണെന്ന് കാണണം. ഇതാ ഇത്രയുമാണ്. ഈജിപ്ഷ്യൻ നാഗരികതയിൽ മുതലകൾക്ക് വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. മുതലയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള സോബെക് എന്ന ദൈവം തന്നെ ഈജിപ്ഷ്യൻ നാഗരികതയിൽ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ മുതലകളെ മമ്മിഫൈ ചെയ്ത് സൂക്ഷിക്കുകയാണ് പതിവ്. അത്തരത്തിലുള്ള ഒരു മുതലയുടെ മമ്മിയുടെ രൂപമാണ് ഈ കാണുന്നത്. മ്യൂസിയം ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്രോക്കഡൈൽസിന്റെ എവല്യൂഷൻ, അതിന്റെ ഹിസ്റ്ററി, നമ്മൾ ക്രോക്കഡൈൽസിനെ എന്തിനാ കൺസേർവ് ചെയ്യുന്നത്, എന്തിനാ അതിനെ സ്പെഷ്യാലിറ്റി എന്ന ക്രോക്കഡൈൽസിന്റെ സ്പെഷ്യാലിറ്റി എന്നാണ് അതിന്റെ ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ പാസ് ചെയ്യാൻ വേണ്ടിയുള്ളത് ഈ മ്യൂസിയം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ക്രോക്കഡൈൽസ് ആക്ച്വലി ഇവോൾവ് ചെയ്തിരിക്കുന്നത് 355 മില്യൺ ഇയേഴ്സ് ആകും. നമ്മൾ ഈ ജുറാസിക് എറ ഒക്കെ ഉണ്ടായിരുന്നു, ആ സമയം മുതലേ ക്രോക്കഡൈൽസ് അവൈലബിൾ ആണ്. പക്ഷെ ആ സമയത്ത് ക്രോക്കഡൈൽസിന്റെ സൈസ് കുറെ വലുപ്പമുള്ള സൈസ് ആയിരുന്നു. അത് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഈ ക്ലൈമറ്റിക് ചേഞ്ചസും എർത്തിന്റെ ബിഹേവിയർ ഒക്കെ ചേഞ്ചസ് ആയ കാരണം കുറെ പ്രാവശ്യം അവർ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും ആ ക്രോക്കഡൈൽസ് അവൈലബിൾ ആണ് ഈ എർത്തിൽ. പക്ഷെ അതിന്റെ സൈസ് വ്യത്യാസമുണ്ട്, അതിന്റെ മോർഫോളജിക്കൽ ചേഞ്ചസ് ഉണ്ട്, അതിന്റെ കണ്ടീഷൻസിനൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ക്രോക്കഡൈൽസിന്റെ ഹിസ്റ്ററിയാണ് നമ്മളിവിടെ മ്യൂസിയത്തിൽ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ പാർക്കിലേക്ക് എത്തുന്നവരെ അല്പം ഭയം എനിക്കുണ്ടായിരുന്നു എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. എന്നാൽ അതെല്ലാം മാറിയാണ് ഇപ്പോൾ ഞാൻ പുറത്തേക്ക് വരുന്നത്. കുട്ടികൾക്കുൾപ്പെടെ മികച്ച അറിവ് മുതലകളെ പറ്റി ഈ പാർക്ക് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദുബായിൽ നിന്നും ശരച്ചിറങ്ങുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.